അയ്യോ ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ മോളുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളത് വലിയ രീതിയിലൊന്നല്ല, ചെറിയ രീതിയിൽ വീട്ടുകാർ മാത്രമായിട്ടൊന്ന് ആഘോഷിക്കണം. പക്ഷേ രണ്ടാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് പറ്റ മോശമാക്കാനും കഴിയില്ലല്ലോ. അപ്പോൾ മോക്കൊരു സന്തോഷമൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ രീതിയിലൊരു സ്റ്റേജ് സെറ്റപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ നമ്മളൊരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബഡ്ജറ്റാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബലൂൺ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ റെൻറ്റിനെ എടുത്തിട്ടുണ്ട്. പിന്നെ റെൻറ്റിന് എടുക്കുന്ന കുറേ ഷോപ്പുകളുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്കും ഒരു ലാഭം ഉണ്ടാകുമ്പോഴാണ് നമുക്കും സന്തോഷം വരിക. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ചെറിയ രീതിയിൽ എവിടുന്ന് സാധനം കിട്ടുക എന്നൊക്കെ കാണുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ബർത്ത്ഡേ ഉള്ളവരൊക്കെ എന്തായാലും മുഴുവനായിട്ട് കണ്ടോളി. ഇനി ആരെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ബലൂൺ വെച്ച് ബാക്കി പറഞ്ഞ ഈ ബോക്സ്, അതുപോലെ ബാക്ക് കാണുന്ന മറ്റേ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത്, അതുപോലെ എന്താണ് പാവകൾ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് റെൻറ്റിന് കിട്ടും. നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി ഈ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു ഷോപ്പ് ഇരിക്കുന്നത് കാടപ്പടിയാണ്. കാടപ്പടി മലപ്പുറം ജില്ലയിൽ കാടപ്പടിയാണ് ഇതുള്ളത്. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പർ ഇത് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കി വിളിച്ചോളൂ. ഇതിൽ നിങ്ങൾക്ക് അത് മാത്രം 1, 2 അതുപോലെ ബേബി ഫോട്ടോഷൂട്ടിന് ആവശ്യമുള്ളത്, പിന്നെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിന് ആവശ്യമുള്ളത്, സേവ് ദ ഡേറ്റിന് ആവശ്യമുള്ള ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതിൽ ഏറ്റവും മാക്സിമം റേറ്റ് കുറച്ചിട്ടായിരിക്കും ഇവർ തരുന്നുണ്ടാവുക. അങ്ങനെ ഇവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പോകുന്നത് മോളിൽ ഡ്രസ്സ് എടുക്കാനായിട്ടാണ്. ഡ്രസ്സ് എടുക്കാൻ നമ്മൾ വിചാരിച്ചത് ഹൈലൈറ്റ് മാൾ പോകാമെന്നിട്ടാണ്. ഹൈലൈറ്റ് മാൾ പോകാനുള്ള റീസൺ എന്താ വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 3 വലിയ ഷോപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഒന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ മാത്രമല്ല നമ്മളിതിന് മുമ്പ് പോയപ്പോഴൊക്കെ അവിടെ മോക്ക് നല്ല ഡ്രസ്സുകൾ കിട്ടിയിരുന്നു, നല്ല അളവ് സൈസിലൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹൈലൈറ്റിലേക്ക് വരാമെന്ന് വിചാരിച്ചത്. പിന്നെ പോകുമ്പോൾ ഇതേപോലെ നമുക്ക് റോസ് അല്ലെങ്കിൽ റെഡ് അതല്ലെങ്കിൽ യെല്ലോ, ഈ ഒരു 3 കളറാണ് നമ്മളെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു 2 ഡ്രസ്സ് നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട്. അതിൽ ബെറ്ററുള്ള ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ അത് എടുക്കാന്നുള്ള രീതിയിൽ 2 ഡ്രസ്സ് കണ്ടു വെച്ച് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷോപ്പിലേക്കാണ് വരുന്നത് കേട്ടോ. ഇവിടെ ബേബി കെയർ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടതിൽ 3 ഏറ്റവും വലിയ ഷോപ്പ് ഇതാണ്. കാരണം ഇതിൽ കുട്ടികളെ ഡ്രസ്സ് മാത്രമായിട്ടല്ല ഉള്ളത്, മറ്റേലും കളിപ്പാട്ടങ്ങളുണ്ട്. പക്ഷേ കുറച്ച് കൂടുതലുള്ളതില്ല. കളിപ്പാട്ടങ്ങളായാലും ചെരുപ്പായാലും പലതരം ഉടുപ്പുകളായാലും ഒക്കെ ഇതിലിപ്പോൾ മക്കളായിട്ടൊക്കെ കുറച്ച് വലിയ മക്കളായിട്ടൊക്കെ വന്നാൽ അവർ എന്തെങ്കിലും ഒരു കളിപ്പാട്ടൊന്നും എടുക്കാതെ പോലെ ഇറങ്ങൂല. അത്രയ്ക്ക് നന്നായിട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ തോന്നുന്ന രീതിയിൽ അങ്ങനെ കളിപ്പാട്ടങ്ങളും അതുപോലെ ബോളുകളൊക്കെ ഉണ്ട്. മോൾക്ക് ബോളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് മോള് ബോളൊക്കെ എടുത്താണ് തട്ടി കളിക്കേണ്ടിരുന്നത് അവിടുന്ന്. അങ്ങനെ പക്ഷേ ഞങ്ങൾ വിചാരിച്ച കളറിലെ ഡ്രസ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു ഷോപ്പും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ് കേട്ടോ പോണത്. അവസാനമായിട്ട് നമ്മളിതാ ഈ ഒരു കടയിലായിട്ടാണ് കയറുന്നത്. ഇവിടെ നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ മനസ്സിൽ വിചാരിച്ചൊരു യെല്ലോ കളർ ഡ്രസ്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളത് ഫിക്സ്ഡ് ആക്കിയിട്ടില്ലെന്ന്. പക്ഷേ അവൾക്ക് ഇട്ട് നോക്കിയപ്പോൾ ഒരു രസം തോന്നി. ഒരു ലൂസായിട്ടൊക്കെയാണ് ഉള്ളത്, പക്ഷേ ആ ഒരു മോഡേൺ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അത്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമായപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യും. ഞാൻ അതിലേക്കൊരു പാൻറ്റ് നമ്മൾ വിചാരിച്ചതിൻ്റെ ഒരു പിങ്ക് ആയിരുന്നു. അപ്പോൾ പാൻറ്റ് നമുക്ക് പിങ്ക് കിട്ടാനില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളത് നമുക്ക് ചെറിയ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സാക്കിയിട്ടാണ് അങ്ങനെ അതും വാങ്ങിയാണ് നമ്മളിങ്ങനെ പോരാൻ വേണ്ടി കാറിൻ്റെ അടുത്തേക്ക് പോകുന്നതായിരുന്നു. അപ്പോഴാണ് ഈ തീവണ്ടി ഇതിലൂടെ പോകണുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മോളെ മനസ്സിലേക്ക് ലഡു പൊട്ടിയിട്ടുണ്ട്. ആ അതിൽ കയറാന്നിട്ട് സങ്കടം, ഫേസൊക്കെ ആകെ സങ്കടം, അതിൽ കയറണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോദിച്ചു നോക്കിയപ്പോൾ അതിൽ 100 രൂപയാണ് കയറാൻ. പിന്നെ മോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് കയറാൻ പറ്റൂല എന്നുള്ള പറഞ്ഞു. അതുകൊണ്ട് വീഴുമെന്ന് വിചാരിച്ചിട്ടാണ് വേറെ ഒന്നുമല്ല. അങ്ങനെ അതിലേക്ക് ഒരാളും കൂടി കയറണം. അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര മടി. ഞാനിങ്ങനെ എങ്ങനെ അതിൽ കയറി ഇങ്ങനെ പോകുമായിരുന്നു, എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനിതാ അച്ഛനും ഞങ്ങൾ രണ്ടാളും അച്ഛനും ടാറ്റ കൊടുത്ത് ഞങ്ങൾ ഈ വണ്ടിയിൽ കയറിയിട്ടാണ്. ഈ വണ്ടി 100 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല. കാരണം മോൾക്ക് ഭയങ്കര സന്തോഷമായി. മാത്രമല്ല ആ ഒരു മാളിൻ്റെ ആ ഒരു ഫ്ലോറിൽ എല്ലായിടത്തും കൊണ്ടുപോയി നമ്മളെ കാണിച്ച് തരുന്നുണ്ട്. അങ്ങനെ അടുത്തതായിട്ട് നമ്മളൊരു ഫാൻസിക്ക് കയറിയിട്ട് ഫാൻസിയിൽ നിന്ന് 2-3 സാധനങ്ങളെ വാങ്ങാനുള്ളൂ. മോക്കൊരു ചെറിയ വാച്ച്, അതുപോലെ മുടിയുമ്മ വെക്കാനുള്ള ഒരു യെല്ലോ ടച്ചുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ പിങ്ക് ടച്ചുള്ള എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കഴിഞ്ഞാണ് നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അടുത്തെത്തിയിട്ട്, കാർ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ചോളപ്പൊരിയൊക്കെ വെക്കണതുള്ളത്. അപ്പോൾ മോക്കത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചോളപ്പൊരിൻ്റെതും വാങ്ങിയാണ്ട് നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ ക്ലോസ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ബർത്ത്ഡേക്ക് ആവശ്യം ഫോട്ടോസുകളാണ്. കാരണം എല്ലാ ബർത്ത്ഡേക്കും സ്റ്റാറ്റസും കാര്യങ്ങളും വെക്കാനും പിന്നെ നമ്മൾ ഓർമ്മയിൽ വെക്കാനൊക്കെ ഒരു ഫോട്ടോ എടുക്കണം നിർബന്ധമല്ലേ. അപ്പോൾ അങ്ങനെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ഡ്രസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചെന്ന വിജീഷേട്ടൻ്റെ ഷോപ്പില്ല, അവിടുന്ന് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള 2-3 സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അത് എടുത്തതൊക്കെ വെറുതായി. കാരണം മോൾ അതിനൊന്നും നിന്ന് തന്നില്ല. കാരണം ഒന്നാമത്തെ പിറന്നാളിനൊക്കെ ഭംഗിയായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് തന്നിരുന്ന ആൾ, പക്ഷേ ഇതിന് ആൾ നിന്ന് ഓടുക, തീരെ ഫോട്ടോയ്ക്കൊന്നും സമ്മതിക്കണില്ല. പിന്നെ
കിട്ടുന്ന രീതിയിൽ 2-3 എടുത്തു. അത്രേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഓവർ എടുത്ത് ഏത് വെക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയി നിൽക്കുന്ന രീതിക്കായിട്ട് നല്ല ഏതെങ്കിലും 2 എടുക്കാന്നുള്ള രീതിയിലാണ് നീന്തുന്നത്. പക്ഷേ അതിനും കൂടി ആൾ അയക്കണില്ല. ഓരോ കുറുമ്പും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടൊക്കെ ആയിരുന്നു. അങ്ങനെ എന്നാലും ബെറ്ററായിട്ട് കുറച്ച് ഫോട്ടോസ് കിട്ടി. ഒരേ ആംഗിളിലുള്ള കുറച്ച് ഫോട്ടോസ് കിട്ടി. അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് ആ ഫോട്ടോസുകൾ. പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇനി റൂമൊക്കെ രണ്ടാമത് നമ്മൾ ഈ കൊണ്ടുവന്ന് വെച്ച സംഭവങ്ങളൊക്കെ അല്ലേ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഈ ബലൂണ് കാര്യങ്ങൾ വാങ്ങിയിട്ടില്ലെന്നാണ്. അപ്പോൾ ബലൂണ് നമ്മൾ വാങ്ങിയത് ആ കൊണ്ടോട്ടി ഒരു ഷോപ്പിൽ നിന്നാണ്. ഇവർ ഷോപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ച് പറഞ്ഞാൽ ഏതൊരാൾ ചെന്ന് തന്നാലും അവർക്ക് ഹോൾസെയിൽ റേറ്റിന് സാധനം കിട്ടുക കേട്ടോ. നമുക്ക് ബലൂണൊക്കെ ഒരുപാട് വാങ്ങാനുണ്ടെങ്കിൽ ചെറിയ പൈസയ്ക്ക് നമുക്ക് ബലൂണ് കിട്ടും. പിന്നെ മാത്രമല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ട് ഇതുപോലത്തെ മാലകളൊക്കെ ഇതൊക്കെ വാടകയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പൊട്ടിക്കുന്ന ഓരോ സംഭവങ്ങളില്ലേ അതൊക്കെ മിനിയേച്ചറും ഉണ്ട് വലുതും ഉണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള ഈ ഫോട്ടോഷൂട്ടിന് പറ്റിയ സംഭവങ്ങളുണ്ട്. അതുപോലെ നമുക്ക് മിഠായി എടുക്കലിന് പറ്റിയ നല്ല മനോഹരമായിട്ടുള്ള ബോക്സ് ഉണ്ട്, ഗിഫ്റ്റ് ബോക്സുകളുണ്ട്, മിഠായികളുണ്ട്, പിന്നെ കേക്ക് സ്റ്റാൻഡുകളുണ്ട്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൊണ്ടോട്ടി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരും ഇവിടെ. അപ്പോൾ ഇവിടെയും കയറുക കേട്ടോ. ഇവിടെ കയറിയിട്ട് നമുക്ക് കുറേ പൈസ ലാഭമായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാങ്ങിയതും റെൻറ്റിന് എടുത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ച് ബലൂണൊക്കെ വീർപ്പിച്ചത് ഈ കാണുന്ന ഒരു ഏരിയയിൽ വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്കിത് വെച്ച് വലിയ ശീലമില്ലാത്തതുകൊണ്ട് ഒന്ന് വെക്കും, അത് വേണ്ട പറഞ്ഞ് മാറ്റും, പിന്നെ വേറൊരു ഐഡിയ നോക്കും, അങ്ങനെ അത് ചെയ്യും. അങ്ങനെ കുറച്ചധികം സമയം എടുത്താണ്ടാണ് നമ്മൾ ഫൈനലി എത്തിയത് ഒരു ഡിസൈൻ ചെയ്യാന്നിട്ട്. ആ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ നോക്കിയാണ്ട് ആ മോഡൽ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ആ കണ്ട മോഡലിൻ്റെ മാതിരി ഒന്നും ആയിട്ടില്ല. എന്നാലും ബോറല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത് ആദ്യം നമ്മളൊരു കർട്ടൻ വെച്ചിട്ട് അതിന്മേൽ പിൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് അതുപോലെ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ കർട്ടൻ അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ചുമരുമ്പിലേക്ക് ആ കർട്ടൻ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ചുമരിലേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി പിടിപ്പിക്കുകയും ചെയ്തു കേട്ടോ. ഇതാണ് അപ്പോൾ ഫൈനലി ലുക്ക്. ഏകദേശം ഞങ്ങൾ വിചാരിച്ച രീതിക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ആ കളർ കോമ്പൊക്കെ ഒരു രസമായിട്ടുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന ഒരു കളർ തന്നെ ബലൂണിനൊക്കെ വന്നപ്പോൾ ഒന്നും കൂടി നമ്മളെ മനസ്സിലേക്ക് ഒരു സന്തോഷമൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞു. ഏകദേശം ഫൈനലി നമ്മളെല്ലാം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് കേക്ക് കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ. കേക്ക് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ശ്രുതിയാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം അവൾ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. 1-ാം പിറന്നാളിന് എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ചെയ്ത കേക്കിന്. പിന്നെ ആ ഡിസൈനൊക്കെ രസമുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ കേക്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്, നമ്മളെ കാത്തൂനെ അറിയാത്തവർ കുറവായിരിക്കും. കുട്ടികളുള്ളവർ പ്രത്യേകിച്ച് കാത്തൂനെ അറിയുണ്ടാവും. അപ്പോൾ കാത്തും അപ്പും ഒക്കെയാണ് ഇപ്രാവശ്യത്തെ കേക്കിലുള്ളത് കേട്ടോ. മോക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടുണ്ട്. കേക്ക് കാണാനും നല്ല ലുക്കായിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിച്ചു നോക്കിയപ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അങ്ങനെ ആ ചെറിയ ഒരുക്കത്തിനൊക്കെ ശേഷം ഇതാ ഞങ്ങൾ മോളുടെ 2ാമത്തെ പിറന്നാളിൻ്റെ കേക്ക് കട്ട് ചെയ്യാനാണ് കേട്ടോ അവൾക്ക് ധൃതി. കഴിഞ്ഞ 1-ാം പിറന്നാളിനാണെങ്കിൽ അവൾ കരയൊന്നും കട്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞാണ്ട്. ഇപ്പോൾ അവൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇതാ മോള് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം മോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ കാത്തൂൻ്റെ പിക്ചറായി ഉള്ളതുകൊണ്ട് തന്നെ. കാരണം അവൾ 24 മണിക്കൂറും കാണുന്ന ഒരു പരിപാടിയാണ് കാത്തൂൻ്റെത്. അപ്പോൾ കാത്തു എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തിലാണ് കേട്ടോ മോള് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേൻ്റെ ഒരു ചെറിയ വീഡിയോ ഇതാ നമ്മളിവിടെ നിർത്തുകയാണ്. ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുമല്ലോ, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യും വേണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരെ എല്ലാവരോടും ബൈ.